ഞങ്ങളങ്ങ് കൊണ്ടുപോയാലോ ജു? കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി ഗോവയുടെ അന്തർനാളത്തിലേക്ക് പോകും. ഇത്രയും നേരം നിന്നെ ഇതുണ്ടാക്കുന്ന ഏരിയയിൽ ഞാൻ കണ്ടില്ലല്ലോ. ഈശ്വര, ഇതൊക്കെ നീത്തല്ലേ ചെയ്തത്? കള്ളി. ഇത്രയും വെയിൽ കൊള്ളുമ്പം ആകെ കിട്ടുന്ന ഒരു സമാധാനം, സന്തോഷം എന്താന്ന് വെച്ചാ ഫുഡ് തിന്നാം. പുറകുന്ന് വിനീത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഹലോ, എവിടെയായിരുന്നു വനമാല? ഞാനൊന്ന് കാട്ടിലേക്ക് കയറി ഇതിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യായിരുന്നു. എന്താ പണി? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ടീമായിട്ട് രാവിലെ തന്നെ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എവിടെ ചൈത്ര? എവിടെ? ഒരു ഹായ് പറഞ്ഞേ. ചൈത്ര അത്ര നല്ല മൂഡിലല്ല കേട്ടോ. ചൈത്ര ഓൺ ഹർ പീരീഡ്സ്, അതുകൊണ്ട് തന്നെ അവൾ അത്ര നല്ല മൂഡിലൊന്നല്ല. ആരൻ ഒരു ഹായ് പറയൂ അജയ്. നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത്? അജയ് ഫുള്ള് ഗോവൻ വൈബിലാണ് ഗൈസ്. നിങ്ങളെ കൊണ്ട് പോകുന്നത് നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഗോവൻ ക്യൂസീൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രൈ ചെയ്യാനല്ല, ആക്ച്വലി അവിടെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഗോവൻ ക്യൂസീൻ ഫുഡ് ഉണ്ടാക്കണ കൾണറി എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവര് പറഞ്ഞുതരും ഇവരെന്തൊക്കെയാണ് ഇവിടെ നോർമൽ യൂസ് ചെയ്യണത്. ഇപ്പൊ ഇവിടുത്തെ കൊക്കുമൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഇവിടത്തേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഒതന്റിക് ഫുഡ് ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്തുള്ളൊരു റിവറിൽ ചാടും. അവിടെ പിന്നെ കുറച്ച് റിഫ്രഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നേച്ചർ വോക്കും. ആൾക്കാർക്ക് അങ്ങനെ ആ ഒരു ചില്ല് ചെയ്യാനുള്ള വൈബ്. ഒരു വീഡിയോഗ്രാഫറിന്റെ ഒരു എഫേർട്ടാണ് കേട്ടോ അത്. ആ കാണുന്നത് നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പാവം ആരൻ ആ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ തലയും കൈയും ഒക്കെ പുറത്തിട്ടിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ വണ്ടി വളരെ സേഫ് ആയിട്ടാണ് കേട്ടോ ഓടിക്കുന്നത്. ഇപ്പം ആ കാർ ഓടിക്കുന്നത് അജയുടെ ഫ്രണ്ട് വിനീതാണ്. ഈ കാർ ഓടിക്കുന്നത് പിന്നെ അറിയാലോ അജയ്. അവിടെ ട്രാഫിക് അല്ല, ട്രാഫിക് തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഒരു കാറ് റോങ് ടേൺ കയറി വന്നാണ്. ഇപ്പുറത്ത് ലൈൻ ഉണ്ട്, എന്നിട്ട് അമ്മമാർ ഇപ്പുറത്തോടെ എടുത്തിട്ടൊക്കെ. അതെ, ഇവിടെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ റോഡ് കാണാൻ? രണ്ട് സൈഡും ഫുള്ള് മരങ്ങളായിട്ട്. ഇന്ന് ഗോവ ക്ലൈമറ്റ് അടിപൊളിയാണ്, അങ്ങനെ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇന്നലെ ഉച്ചവരെ മഴയുണ്ടായിരുന്നു. ഈ ചൈത്രമോൾ ഇവിടെ സുഖിച്ച് കിടന്നുറങ്ങാണ്. ഒരു മിനിറ്റേ. അപ്പൊ അവള് കിടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഫോൺ തിരിക്കും. അപ്പോഴൊക്കെ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് കാണും. ഈ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെമ്പിൾ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെമ്പിൾ വിസിറ്റ് ഉള്ളതുകൊണ്ടാണ് ബോനി ആരോനി നമ്മൾ കൊണ്ടുവരാതിരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ, നമ്മൾ 10 പേരല്ല, നമ്മൾ 6-7 പേര് എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ ആ ടെമ്പിൾ വിസിറ്റ് ക്യാൻസൽ ചെയ്തു. പക്ഷെ നമ്മുടെ കൂടെ വരുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഓൺ ടൈമിന് അവിടെ എത്തിയതുകൊണ്ട് അവർ ആ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്തില്ല. അപ്പം ആ ഒരു ടെമ്പിൾ വിസിറ്റ് ഉള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് ബോനി ആരോനി കൊണ്ടുവരാതെന്ന്. ഹായ് ബഡി. ആരോ ചെയ്തു കൊടുത്താന്ന് തോന്നുന്നു അല്ലേ? അവര് പേടിച്ചിരിക്കുക. നമ്മുടെ കയ്യില് ബിസ്ക്കറ്റ്സ് ഒന്നുമില്ല. അവർക്ക് ബിസ്ക്കറ്റ് മേടിച്ചേരാവേ. പേടിച്ചിരിക്കുക. അയ്യോ, എന്തിനിങ്ങനെ വിറച്ചിരിക്കുന്നേ? പേടിക്കണ്ട, അങ്ങനെ പോകണ്ട. ചുറ്റും ഇങ്ങനെ കൂടുമ്പോ അവര് വിചാരിക്കും എന്തെങ്കിലും ചെയ്യണം. അതെ, പേടിച്ചിരിക്കാണ് അവര്. ഹലോ, ഇവര് സ്കൂട്ടർ റെന്റ് എടുത്തിട്ടാണ് വന്നോണ്ടിരുന്നത്. അപ്പൊ ഇവര് ആക്ച്വലി നീത്തു നമ്മുടെ ബാക്കിലായിരുന്നു വന്നോണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ചൈത്രമോൾ ഇതേ വയ്യാത്തോണ്ട് ഇപ്പോഴും കാറിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ ഈ നട്ടുച്ച വെയിലത്ത് പോവാണ്. എന്തിന്? ഗോവയത്തെ കുളിനറി എക്സ്പീരിയൻസ് ഇതാക്കാൻ. പിന്നെ ഇത്രയും വെയിൽ കൊള്ളുമ്പം ആകെ കിട്ടുന്ന ഒരു സമാധാനം, സന്തോഷം എന്താന്ന് വെച്ചാൽ ഫുഡ് തിന്നാം. പുറകുന്ന് വിനീത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്കപ്പോ ഇവിടെ നട്ട്മഗ് ഹട്ട്, ഋഷിവാൻ ഫാംസ് എന്തൊക്കെയോ ആണ്. നമുക്കതൊന്നും നോക്കണം, നമുക്ക് ഫുഡ് മാത്രം നോക്കിയാൽ മതി. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇവിടെ തന്നത് കോക്കും ജ്യൂസാണ്. ഗോവയിൽ വരുന്ന ആൾക്കാർക്ക് അറിയാം ഈ ഒരു ജ്യൂസ്. അടിപൊളിയാണ്. കുറച്ച് പുളി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും നൈസാണ്. അവരവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യാണ്.
അപ്പം ഞാനും ചൈത്രയും ഇവിടെ വന്നിരുന്നു ചുമ്മാ ഇങ്ങനെ ചില്ലിയാണ്. ഞങ്ങൾക്ക് അതിലേക്കൊന്നും വയ്യ. അടുത്ത നമ്മുടെ റൗണ്ട് ആയിരിക്കും. Hi everyone, my name is Kiara. I work at Soul Traveling. Yeah, coconut jaggery mix, but in Goa we call it pancha khadya. Punch. Say punch. Khadya. That is the dread. Khadya. Yes, that means 5 ingredients together. Take a stick, just kept on a table. കുമ്പിളാണോ? ബോയ്. Now what we have here is the rice flour. Done? Coal, put it inside. Dip your finger in the water, the index finger, make a hole inside. Can I make a big? Yes. You made this. Once you make this, you know like your end, right? And then take your thumb and start spreading it. See, that's again. Now you can take a little from here, slightly whatever extra this is there, push it inside. Suppose kara. Aji then koruni soda. I think I'm doing really well. Yes. Guys, does anyone need help? സോ ഇത് ശരിക്കും കാണുമ്പം നമ്മുടെ ഒരു കുമ്പിളപ്പം സ്റ്റൈലിലാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ നാട്ടില് നമ്മള് അട ഉണ്ടാക്കില്ലേ, അതിന്റെ ഒരു വേറെ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിമാവില് അവര് ക്യുക്കുംബർ ഇടുന്നുണ്ട്. നമ്മുടെ നാട്ടില് നമ്മള് ക്യുക്കുംബർ ഒന്നും ഇടത്തില്ല. പക്ഷെ ഈ ഒരു അരിമാവിൽ അവര് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത് ക്യുക്കുംബർ ആണ്. പിന്നെ നമ്മുടെ തേങ്ങയും ശർക്കരയും അതെല്ലാം നമ്മുടെ നാട്ടിലെ കുമ്പളപ്പത്തിന്റെ ഒരു വേറൊരു രീതിയിലാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് ശരിക്കും കണ്ട ഐസ്ക്രീം പോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇത് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ കൾണറി എക്സ്പീരിയൻസിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് കുക്ക് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പഠിക്കാം. ഇപ്പം എനിക്ക് ബേസിക്കലി നമ്മുടെ നാട്ടിലെ അട ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അതറിയാത്ത ആൾക്ക് ഇതിൻ്റെ ഈ ബാറ്റർ സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം, ഇപ്പം അതേപോലെ ഈ ലീഫ് നമ്മളെങ്ങനെ ഫോൾഡ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്ന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ അടയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അടയല്ല, ഞാൻ അടയാന്നാണ് പറഞ്ഞത്. പക്ഷെ ഗോവയിൽ എന്താ ഡിഷ് പേര് പറ? അത് എനിക്ക് അറിയത്തില്ല, അവര് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എന്താ ചൈത്ര. വാട്ട് ഇസ് ദിസ് കോൾഡ്? Done and patoli. പാത്തോളി. പാത്തോളി. അതെ, മീൻ പൊരിച്ചതിന് പകരം നീയാണോ ഇതുണ്ടാക്കാൻ പോകുന്നത്? ഇത്രയും നേരം നിന്നെ ഇതുണ്ടാക്കുന്ന ഏരിയയിൽ ഞാൻ കണ്ടില്ലല്ലോ. ഈശ്വര, ഇതൊക്കെ നീത്തല്ലേ ചെയ്തത്? കള്ളി ഇവള് കള്ളിയാണ് കേട്ടോ. ഇവള് വയറുവേദന എന്ന് പറഞ്ഞ് അവിടെ പോയി റെസ്റ്റ് എടുക്കായിരുന്നു. എന്നിട്ട് ഫുള്ള് സെറ്റ് ആയിപ്പോ ഇത് പൊരിക്കാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. പറ, എന്താ പറയണ്ടേ? സത്യം പറ. ലൈഫ് ഓഫ് ചൈത്ര ഫുൾ ഉഡായിപ്പാണ്. നമുക്കിനി ഈ സാധനം ഡ്രൈ ആയിട്ട് ചൂടാറിയിട്ട് വേണം ഇതിൽ വെച്ച് ഇടിക്കാൻ. ഇനി ഇത് വേറെ ആരെങ്കിലും ഇടിച്ചു വെച്ചിട്ട് അവസാനം അതെല്ലാം ഇടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് അവള് വരും. എവിടെയായിരുന്നു വനമാല? ഞാനൊന്ന് കാട്ടിലേക്ക് കയറി ഇതിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യായിരുന്നു. എന്താ പണി? വെജിറ്റേറിയൻസിന് വേണ്ട ബനാനയാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ, യു വോണ്ട് അപ്ലൈ ഓയിൽ? No, I'll put oil. It's already greased with oil. കുക്കിംഗ് ഒക്കെ വല്ലപ്പോഴും പഠിക്കണം ചൈത്ര, മനസ്സിലായോ? ഇതും ഒരു തരം മീനാണ്, വെജിറ്റേറിയൻസിന്റെ മീനാന്നേ ഉള്ളൂ. അവര് ഓടി നടന്ന് എല്ലാവരുടെ എക്സ്പ്രഷൻ എടുക്കുന്നുണ്ട്. ഞാനൊന്നത് കഴിച്ചോക്കട്ടെ. ചമ്മന്തി തന്നെ. So this is known as Vadachi Kismur, a vegetarian dish made in Saraswat Brahmin cuisine. If you're a veg or if you're living vegetarian, you can use this process to make a salad. Oh, How was it? that's nice. Take more. Yeah, please, thank you. ലഞ്ച് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആ ചമ്മന്തി മാത്രം മതിയല്ലേ? ചമ്മന്തിയും മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം. Great hosting you. We do not say goodbye in Goa. We say Mogasuni. മോഗാസുനി. Thank you very much. It was great hosting you. Let the love be there. Mogasuni, let the love be there. ഇനി നമ്മൾ റിവർ ഡിപ്പിലേക്ക് പോവാണ്. അതാണ് നമ്മുടെ
ലാസ്റ്റ് എക്സ്പീരിയൻസ് വരുന്നത്. ഇവിടുന്ന് വണ്ടി കയറിയിട്ട് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അവരെല്ലാവരും ഫ്രണ്ടിൽ പോയി. ഞാൻ അജയ്ക്ക് അവിടെ ജാമെല്ലാം അവർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു, ജാതിക്കേൻ്റെ ജാം. അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെക്ക് ആയതാണ്. അപ്പം നമുക്കിനി വെള്ളത്തിൽ ചാടാൻ പോവാം. ഞാൻ ചിലപ്പോഴേ വെള്ളത്തിൽ ചാടത്തുള്ളൂ, ഉറപ്പൊന്നുമില്ല, എൻ്റെ അപ്പത്തെ മൂഡ് പോലെ. കാരണം ഫുഡ് കഴിച്ച ഉടനെ തന്നെ വെള്ളത്തിൽ ചാടാൻ പറ്റത്തില്ല എനിക്ക്. നമുക്ക് അവനെ വെള്ളത്തിലേക്ക് തള്ളി വരും. എന്താ നീ വെള്ളത്തിലിറങ്ങാത്ത? രണ്ടാളും കൂടി വരും എന്നെ തള്ളി. എന്താ നീ വെള്ളത്തിലിറങ്ങാത്ത? കൊള്ള അലർജിയാ. അപ്പൊ നീ കുളിക്കില്ലേ? കുളിക്കാത്ത ഒരേ ഒരു ആളെ കണ്ടോളും. ആ സാരമില്ല. എവിടെ അജയ്? എവിടെ? ഡോബർമാനാന്ന് തോന്നുന്നത്. അവനെ പാമ്പർ ചെയ്യാൻ പോയതാണോ? റോഡ് വീലറാണോ? ഡോബർമാനാണത്. എന്തൊരു സ്നേഹമാണ്. വിനീത് ഡോഗ്സിനെ പാമ്പർ ചെയ്യുന്ന ഒരു വേറൊരു രീതി തന്നെയാണ്. നമുക്ക് കാണുമ്പോ ചിലപ്പോ എന്തോ പോലെ തോന്നും, അയ്യോ ഇവനെന്തോ ഇങ്ങനെ ഇതാ. സെയിം എനർജിയാണ് വിനീത് കൊടുക്കുക. സെയിം എനർജിയാ കൊടുക്കുക. വിനീത് വിൻസെന്റ് ഫോർ യു സൈനിങ് ഓഫ്. ബൈ. വഴി തെറ്റിയിട്ടാണെങ്കിലും കറക്റ്റ് വഴി കണ്ടുപിടിച്ച് നമ്മളിത് റിവർ ഡിപ്പിന്റെ അവിടേക്ക് പോവാണ്. കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ അജയ്ക്ക് സന്തോഷമായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വാട്ടർ ക്രോസ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാവേ. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അവിടെ കുറെ കൊതുകുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഇതൊന്നും അല്ല. ഒരു ഒഴുകാത്ത പുഴ. അത് ഒഴുകാത്തൊരു പുഴ. അവിടെയാണ് നമ്മൾ റിവർ ഡിപ്പിന് പോകേണ്ടത്. അല്ലെ, നല്ല ശോകം എക്സ്പീരിയൻസ് ആണ്. ഞാനിത് ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല. ഇവിടെയാണ് റിവർ ഡിപ്പ് ഇവർ പറഞ്ഞത്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു റിവർ ഡിപ്പ് എന്നൊക്കെ പറഞ്ഞപ്പം. പക്ഷെ ഇത് ഒരു ഒഴുക്ക് പോലും ഇല്ലാത്ത ഈ പുഴയിൽ എങ്ങനെ റിവർ ഡിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം മറ്റിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ഉണ്ട്. ഭയങ്കര ശോകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ആർക്കും സജസ്റ്റ് ചെയ്യില്ല. നമ്മുടെ റിവർ ഡിപ്പ് വളരെ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം ഈ വെള്ളമൊക്കെ ഭയങ്കര ശോകമായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ എന്തോ ഒരു ബാഡ് സ്മെല്ല് പോലെ. അപ്പം കുറച്ചെങ്കിലും നല്ലൊരു വെള്ളം ഈ ഒരു സൈഡിലാണ്. അങ്ങോട്ടേക്കൊക്കെ ഭയങ്കര ശോകമാണ്. അതുകൊണ്ട് നമ്മൾ റിവർ ഡിപ്പ് ചെയ്യുന്നില്ല, തിരിച്ചു പോവുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം കുറച്ച് പപ്പീസിനെ കണ്ടില്ലേ, അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങിയതാണ്. കാരണം അങ്ങോട്ടേക്ക് പോയ സമയത്ത് നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പപ്പീസിന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നില്ല. കയ്യിൽ വെച്ച് കൊടുക്കുവാണ്. എങ്ങനെയാ? എനിക്ക് തോന്നുന്നു നമ്മളെ നേരത്തെ കണ്ടുകൊണ്ടാണ് ഇപ്പം അവർക്ക് പേടിയില്ലാത്തത്. അവിടെ ഒരു ചെറിയ വീടൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഈ പാവൻ ഡോഗ്സിന് കൊടുക്കാൻ വാങ്ങിയ ബിസ്ക്കറ്റ് യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇവള് തിന്നുന്നു. ഇവള് പീരീഡ്സിന്റെ പേരിൽ കുറെ മുതലെടുക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഇനി ഇത് കാണണ്ട ഈ ബിസ്ക്കറ്റ് നീ തിന്നുന്നത്. ഷോട്ടാ ബിസ്ക്കറ്റ്, ദാ ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റ്, യമ്മി ബിസ്ക്കറ്റ്. കം കം, ഞാൻ ഇട്ട് തരണോ? എന്നാ ഓക്കെ, കഴിച്ചോ. ഗുഡ് ബോയ്, കഴിച്ച് ബിസ്ക്കറ്റ് കഴിച്ച്. ഗുഡ് ബോയ്. ദേജോ ഇവിടെ കൊടുക്ക്. ഷെയർ ചെയ്ത് കഴിച്ചേ. നിങ്ങൾ എന്തെന്നത്? നോ ഫൈറ്റിംഗ്. എടാ ഇത് തിന്നടാ, നിന്റെ ബിസ്ക്കറ്റ് തിന്നടാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. സോ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ഓക്കെ ബൈ.